Hi dear students, welcome to Innovations Online Classes. Workshop Instructor or Demonstrator in Electronics എന്ന പോസ്റ്റിലേക്ക് കേരള PSC നടത്തിയ കാറ്റഗറി നമ്പർ 677/2022 എക്സാമിൻ്റെ ആൻസർ കീയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വേർഷൻ കോഡ് B ആണ്. വേർഷൻ കോഡ് Bയിലെ ക്വസ്റ്റ്യൻസിൻ്റെ ഓർഡറിലാണ് നമ്മൾ ആൻസർ കീ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. First question, a series LCR circuit is resonant at 150 kHz and has a Q of 50. The lower half power frequency is. ഇപ്പോൾ ഇവിടെ നമുക്ക് ബാൻഡ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ബാൻഡ് വിഡ്ത്ത് is equal to resonant frequency or center frequency divided by quality factor. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാൻഡ് വിഡ്ത്ത് 3 kHz എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ബാൻഡ് വിഡ്ത്ത് കിട്ടിയത് 3 kHz ആണ്. ഇവിടുത്തെ സെൻട്രൽ ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 150 kHz ആണ്. അപ്പോൾ 3 kHz ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 1.5, ഇവിടുന്ന് ഇങ്ങോട്ട് 1.5. അപ്പോൾ ലോവർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 150 kHz നിന്ന് 1.5 kHz കുറച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടുക 148.5 kHz. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ B ആണ്. B ഈസ് ദ റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ 220 വോൾട്ട് DC motor has an armature resistance of 0.5 ohm and the full load armature current of 20 ampere. Then the back EMF induced is. അപ്പോൾ ഇവിടെ നമുക്കറിയാം V is equal to EB പ്ലസ് IARA ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ബാക്ക് EMF ആണ്. ബാക്ക് EMF EB ഈസ് ഈക്വൽ ടു V മൈനസ് IARA. ഇവിടെ V തന്നിട്ടുണ്ട് 220 വോൾട്ട് ആണ്. 220 മൈനസ് IA തന്നിട്ടുണ്ട് എത്രയാണ്? 20. RA തന്നിട്ടുണ്ട് 0.5 അല്ലേ? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 220 മൈനസ് 20 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 10 ആണ്. 220 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 210 വോൾട്ട് ആണ്. അപ്പോൾ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോമേഴ്സ് ആർ റേറ്റഡ് ഇൻ KVA ബിക്കോസ് ദേ ആർ വർക്കിംഗ് വിത്ത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ, വേരിയിങ് പവർ ഫാക്ടർ. ഓപ്ഷൻ D ഈസ് ദ റൈറ്റ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ വിച്ച് ടൈപ്പ് ഓഫ് സ്പീഡ് കൺട്രോൾ ഈസ് യൂസ്ഡ്. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൽ യൂസ് ചെയ്യുന്ന സ്പീഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ റോട്ടർ റിയോസ്റ്റാറ്റ് ആണ്. അപ്പോൾ ഇവിടെ നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ A ആണ്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സൂപ്പർ പൊസിഷൻ തിയറം ക്യാൻ ബി ആപ്ലിക്കബിൾ ഓൺലി ടു സർക്യൂട്ട്സ് ഹാവിംഗ് ഡാഷ് എലമെൻറ്റ്. ഓപ്ഷൻ എ നോൺ ലീനിയർ, ഓപ്ഷൻ ബി പാസീവ്, ഓപ്ഷൻ സി ലീനിയർ ബൈലാറ്ററൽ, ഓപ്ഷൻ ഡി റെസിസ്റ്റീവ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലീനിയർ ബൈലാറ്ററൽ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ C ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് ഈച്ച് ഡയോഡ് ഇൻ ബ്രിഡ്ജ് റെക്ടിഫയർ ഈസ്. ബ്രിഡ്ജ് റെക്ടിഫയറിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? VM ആണ്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ ദ കപ്പാസിറ്റർ ഫിൽറ്റർ അണ്ടർ നോ ലോഡ് കണ്ടീഷൻ ദ റിപ്പിൾ ഈസ്. കപ്പാസിറ്റർ ഫിൽറ്ററിൽ റിപ്പിൾ വോൾട്ടേജ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലോഡാണ്, ലോഡ് റെസിസ്റ്റൻസ്. അവിടെ നോ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലോഡില്ല, ഓപ്പൺ ആണ്. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് എന്താണ്? ഇൻഫിനിറ്റി ആണ്. റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്? 1/∞ 0 ആണ് അല്ലേ? അപ്പോൾ റിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ് വരിക. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ ഡയോഡ് വോൾട്ട് ആംപിയർ ക്യാരക്ടറിസ്റ്റിക്സ് വാട്ട് വിൽ ബി ദ റെസിസ്റ്റൻസ് ഇഫ് എ സ്ലോപ്പ് ഈസ് ഡ്രോൺ ബിറ്റ്വീൻ ദ വോൾട്ടേജ് 50 to 100 ആൻഡ് കറസ്പോണ്ടിങ് കറണ്ട് 5 to 10. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്താണ്? ഡെൽറ്റ V/ΔI ചെയ്താൽ മതി. അപ്പോൾ ഡെൽറ്റ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വോൾട്ടേജ് ആണ്. വോൾട്ടേജിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ 100 - 50 ആണ്. 100 - 50 എത്രയാണ്? 50 ആണ്. ഡിവൈഡ് ബൈ കറണ്ടിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ 10 - 5 ആണ്. അപ്പോൾ 50/5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 ഓം കിട്ടും. അപ്പോൾ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ സെനർ റെഗുലേറ്റർ ചേഞ്ച് ഇൻ ലോഡ് കറണ്ട് പ്രൊഡ്യൂസസ് ചേഞ്ച് ഇൻ. അപ്പോൾ ഇവിടെ സെനർ വോൾട്ടേജ് റെഗുലേറ്ററിൽ IS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? IZ + IL ആണ്.
അപ്പോൾ ചേഞ്ച് ഇൻ ലോഡ് കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ആരാണ് ചേഞ്ച് ചെയ്യുക? സെനർ കറണ്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ എ ഫിൽറ്റർ നോ ലോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് 300 വോൾട്ട് ആൻഡ് ഫുൾ ലോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് 280 വോൾട്ട്. ദ റെഗുലേഷൻ ഓഫ് ദ സർക്യൂട്ട് ഈസ്. അപ്പോൾ ഇവിടുത്തെ റെഗുലേഷൻ, വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വി നോ ലോഡ് മൈനസ് വി ഫുൾ ലോഡ് ഡിവൈഡഡ് ബൈ വി നോ ലോഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോ ലോഡ് 300 തന്നിട്ടുണ്ട്, ഫുൾ ലോഡ് വോൾട്ടേജ് 280 ആണ്. അപ്പോൾ 300 മൈനസ് 280 ഡിവൈഡഡ് ബൈ 300. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6.7% എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ആൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ ഫെർമി ലെവൽ. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഫെർമി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയായിരിക്കും? കണ്ടക്ഷൻ ബാൻഡിൻ്റെ അടുത്താണ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലെ ഫെർമി ലെവൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബിലോ കണ്ടക്ഷൻ ബാൻഡ്, ഇതാണ് ഫെർമി ലെവൽ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ നടക്കും, കാരിയർ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അവിടെ ഇലക്ട്രോണിൻ്റെയും ഹോളിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? എൻ ടൈപ്പിൽ ഹോളിൻ്റെ കോൺസെൻട്രേഷൻ, പിയുടെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഫെർമി ലെവൽ താഴോട്ട് മൂവ് ചെയ്യും. അപ്പോൾ മൂവ് ടുവാർഡ്സ് ദി മിഡിൽ ഓഫ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, ബാരിയർ പൊട്ടൻഷ്യൽ ഇൻ എ പി എൻ ജംഗ്ഷൻ ഈസ് കോസ്ഡ് ബൈ. അപ്പോൾ നമുക്കറിയാം പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഫസ്റ്റ് നടക്കുന്ന പ്രോസസ്സാണ് ഡിപ്ലീഷൻ ലെയർ ഫോർമേഷൻ. ഈ ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യാനുള്ള കാരണം എന്താണ്? എൻ സൈഡിൽ നിന്ന് ഇലക്ട്രോൺസ് പി സൈഡിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതായത് ഡിഫ്യൂഷൻ ഓഫ് മെജോറിറ്റി കാരിയേഴ്സ്. അപ്പോൾ ആ ഒരു ഡിഫ്യൂഷൻ്റെ റിസൾട്ടായിട്ടാണ് ഇവിടെ ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യുക. ഇവിടെ ഈ ഒരു ലെയർ ഫോർമേഷൻ്റെ റിസൾട്ടായിട്ട് ഇതിനെ ക്രോസ് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ ഒരു പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുക. അപ്പോൾ ബാരിയർ പൊട്ടൻഷ്യൽ ഇൻ എ പി എൻ ജംഗ്ഷൻ ഈസ് കോസ്ഡ് ബൈ ഡിഫ്യൂഷൻ ഓഫ് മെജോറിറ്റി കാരിയേഴ്സ് അക്രോസ് ദ ജംഗ്ഷൻ. ബി ആണ് കറക്റ്റ് ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ദ ചേഞ്ച് ഇൻ ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് സിലിക്കൺ പി എൻ ജംഗ്ഷൻ വിത്ത് ടെമ്പറേച്ചർ ഈസ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ബാരിയർ പൊട്ടൻഷ്യൽ ഡിക്രീസസ് ബൈ അബൌട്ട് 2 millivolt per degree Celsius. അപ്പോൾ ഇവിടെ തന്ന ഓപ്ഷനിൽ 2 millivolt ഉണ്ടോ നോക്കാം. ഇവിടെ ഓപ്ഷൻ എ കറക്റ്റാണ്. 0.0025 എന്ന് പറഞ്ഞാൽ 2.5 millivolt ആണ്. ബാക്കി ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ആ വാല്യൂ അല്ല വരിക. അപ്പോൾ ഇത് 2 millivolt ഏകദേശം എന്താണ്? നിയറസ്റ്റ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്ന ഓപ്ഷൻ എ ചൂസ് ചെയ്യാം. 13ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. 14, കൺസിഡർ പി എൻ ജംഗ്ഷൻ ഇൻ വിച്ച് പി സൈഡ് ഈസ് 10 times more heavily doped than n side. The depletion region would extend. അപ്പോൾ ഇവിടെ ഏത് സൈഡാണ് ഹെവിലി ഡോപ്ഡ്? പി സൈഡ് ഈസ് 10 times more heavily doped. അപ്പോൾ ഇവിടെ പി പ്ലസും എൻ ആണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഹെവിലി ഡോപ്ഡ് ആണ് പി സൈഡ്, എൻ സൈഡ് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഡിപ്ലേഷൻ ലെയർ ഓൾവേസ് പെനിട്രേറ്റ്സ് ഇൻ ടു ലൈറ്റ്ലി ഡോപ്ഡ് റീജിയൻ. ഡിപ്ലേഷൻ ലെയർ ഓൾവേസ് പെനിട്രേറ്റ്സ് ഇൻ ടു ലൈറ്റ്ലി ഡോപ്ഡ് റീജിയൻ. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ സി ആണ് ഇവിടെ കറക്റ്റ്. മോർ ടുവാർഡ്സ് ഇൻ എൻ സൈഡ് അല്ലേ, ഇവിടെ എൻ സൈഡിലാണ് ഡിപ്ലീഷൻ ലെയർ കൂടുതൽ വരിക. ആൻഡ് ലെസ് ടുവാർഡ്സ് ദ പി സൈഡ്. അപ്പോൾ 14ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 15, നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് എക്സിബിറ്റഡ് ബൈ എ. ഏത് ഡയോഡിലാണ് നെഗറ്റീവ് ക്യാര ഉള്ളത്? നമ്മൾ വി ഐ ക്യാര പ്ലോട്ട് ചെയ്തപ്പോൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ വന്നത് എവിടെയാണ്? ടണൽ ഡയോഡിലാണ്. 15 ഡി ആണ് ആൻസർ. 16, the mobility of electrons in a semiconductor is defined as mobility is equal to drift velocity divided by electric field. അപ്പോൾ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ സി ആണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. സി ആണ് കറക്റ്റ് ആൻസർ. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ദ ഫ്രീ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ്സ് ഓൺ. ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ മാസ് ആക്ഷൻ ലോ പ്രകാരം എൻ പി ഈസ് ഈക്വൽ ടു എൻ ഐ സ്ക്വയർ ആണ്. ഇവിടുന്ന് എൻ ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു A0 T ക്യൂബ് e റൈസ് ടു മൈനസ് ഇ ജി ബൈ കെ ടി എന്ന് എഴുതാം. അവിടെ നമുക്ക് പറയാം എൻ ഐ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ക്യൂബാണ്. ഇവിടെ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും, എൻ ഐ പ്രൊപ്പോർഷണൽ ടു ടി റൈസ് ടു 3/2. അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണെങ്കിൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷനും ഹോൾ കോൺസെൻട്രേഷനൊക്കെ ഈക്വൽ ആണ്. എൻ ഇസ് ഈക്വൽ ടു പി ആണ്.
അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു T⁻³ ആണ്. T⁻³², അതായത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ടെമ്പറേച്ചറിനെയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 18ാമത്തെ ക്വസ്റ്റ്യൻ, സിലിക്കൺ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഫാബ്രിക്കേഷൻ ഓഫ് LED ബിക്കോസ്. ഓപ്ഷൻ എ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ, ഓപ്ഷൻ ബി ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ, ഓപ്ഷൻ സി എ നാരോ ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ, ഓപ്ഷൻ ഡി എ വൈഡ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ. ഇപ്പോൾ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ് ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫൈഡ്, ഗാലിയം ഫോസ്ഫൈഡ് ഒക്കെ. ഇതൊക്കെ LED ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പാണ്. സിലിക്കൺ, ജെർമേനിയം എന്നൊക്കെ പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പാണ്. അപ്പോൾ ഇതെന്തിന് സ്യൂട്ടബിൾ അല്ല? LED ഫാബ്രിക്കേറ്റ് ചെയ്യാൻ സ്യൂട്ടബിൾ അല്ല. അപ്പോൾ 18ൻ്റെ ആൻസർ ബി ആണ്. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ, റെസിസ്റ്റിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ. അപ്പോൾ ഒരു സെമി കണ്ടക്ടറിലെ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു NIQ μN + μP ആണ്. അപ്പോൾ കണ്ടക്ടിവിറ്റി കാരിയർ കോൺസെൻട്രേഷനെയും മൊബിലിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/, കണ്ടക്ടിവിറ്റിയാണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റിയും എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കാരിയർ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ മൊബിലിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എ കറക്റ്റാണ്, കാരിയർ മൊബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സിയും കറക്റ്റാണ്, കാരിയർ കോൺസെൻട്രേഷൻ ഇൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പോൾ എയും സിയും ഇവിടെ കറക്റ്റാണ്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡിഫ്യൂഷൻ ലെങ്ത് ഓഫ് എ കാരിയർ ഡിപ്പെൻഡ്സ് ഓൺ. ഡിഫ്യൂഷൻ ലെങ്ത് ഓഫ് എ കാരിയർ L = √d⁴ എന്നാണ്. ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ കോൺസ്റ്റൻ്റ് ആണ്, ടോ എന്ന് പറഞ്ഞാൽ കാരിയർ ലൈഫ് ടൈം ആണ്. അപ്പോൾ ഡിഫ്യൂഷൻ ലെങ്ത് കാരിയർ ലൈഫ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഡിഫ്യൂഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മൊബിലിറ്റി ആൻഡ് തെർമൽ വോൾട്ടേജ്. നമ്മൾ ഡിഫ്യൂഷൻ കോൺസ്റ്റൻറ്റ് മൊബിലിറ്റിയും തെർമൽ വോൾട്ടേജും കൂടെ വരുന്ന ഒരു ഇക്വേഷൻ എഴുതാറുണ്ട്. μN/μP = dN/dP = VT. അപ്പോൾ ഡിഫ്യൂഷൻ കോൺസ്റ്റൻറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മൊബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിഫ്യൂഷൻ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊബിലിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യും, കാരിയർ ലൈഫ് ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 21ാമത്തെ ക്വസ്റ്റ്യൻ, സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡാഷ് ആസ് ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്. സെനർ ഡയോഡിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് <5 വോൾട്ട് ആണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് നെഗറ്റീവാണ്. സെനർ ഡയോഡിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് <5 വോൾട്ട് ആണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ സെനർ ഡയോഡിൽ നടക്കുന്ന ബ്രേക്ക് ഡൗൺ സെനർ ബ്രേക്ക് ഡൗൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെനർ ഡയോഡിൽ സെനർ ബ്രേക്ക് ഡൗൺ മാത്രമല്ല അവലാഞ്ച് ബ്രേക്ക് ഡൗണും നടക്കും. അപ്പോൾ സെനർ ബ്രേക്ക് ഡൗൺ ആണ് ഇവിടെ നടക്കുന്നത്. സെനർ ബ്രേക്ക് ഡൗൺ നടക്കുന്നത് ലോവർ വോൾട്ടേജിലാണ്. അപ്പോൾ സെനർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അത് <5 വോൾട്ട് എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് നെഗറ്റീവാണ്. ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? VZ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. നമ്മൾ സെനർ ഡയോഡിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് പഠിച്ചിട്ടുണ്ട്. സെനർ വോൾട്ടേജും ബ്രേക്ക് ഡൗൺ വോൾട്ടേജും ടെമ്പറേച്ചറും തമ്മിൽ റിലേഷൻ അത് നെഗറ്റീവ് ആണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സെനർ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ 21A ആണ് ആൻസർ. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ, വാരക്ടർ ഡയോഡ്സ് ആർ യൂസ്ഡ് ഇൻ. വാരക്ടർ ഡയോഡ് യൂസ് ചെയ്യുക ട്യൂണിങ് സർക്യൂട്ടിൽ യൂസ് ചെയ്യും, വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്ററിൽ യൂസ് ചെയ്യും, ഫ്രീക്വൻസി മൾട്ടിപ്ലെയറിലൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ടണൽ ഡയോഡ് ദ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ ഈസ് ഓഫ് ദി ഓർഡർ ഓഫ്. അപ്പോൾ നമ്മൾ നോർമൽ ഡയോഡിൽ 10⁸ സിലിക്കൺ ആറ്റത്തിലോട്ട് അല്ലെങ്കിൽ ജെർമേനിയം ആറ്റത്തിലോട്ടാണ് ഒരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ നോർമൽ ഡയോഡിൽ ഇങ്ങനെയാണ് പറയുക 1 part in 10⁸ ആറ്റംസ്. ടണൽ ഡയോഡിൽ വരുമ്പോൾ അത് ഹെവിലി ഡോപ്ഡ് ആണ്. നമ്മൾ 10⁻³ സിലിക്കണിലോട്ടോ അല്ലെങ്കിൽ ജെർമേനിയത്തിലോട്ടോ ഒരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും. 1 part in 10⁻³ ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ 10⁸ സിലിക്കൺ ആറ്റത്തിലോട്ടാണ് ഒരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുക നോർമൽ ഡയോഡിൽ. ടണൽ ഡയോഡിൽ നമ്മൾ ഹെവിലി ഡോപ്പിംഗ് ആയതുകൊണ്ട് 10⁻³ സിലിക്കണിലോട്ടോ അല്ലെങ്കിൽ ജെർമേനിയത്തിലോട്ടോ ഒരു ഇമ്പ്യൂരിറ്റി എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യും. അപ്പോൾ 1 part in 10⁻³ എന്നാണ് വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 24 ദ റിപ്പിൾ ഫാക്ടർ ഓഫ് പവർ സപ്ലൈ ഈസ് എ മെഷർ ഓഫ്. നമുക്കറിയാം പ്യൂരിറ്റി ഓഫ് പവർ ഔട്ട്പുട്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 25 ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ ടഫ് ഇൻ എ ഫുൾ വേവ് റെക്ടിഫയർ ഈസ്. അപ്പോൾ ഫുൾ വേവ് സെൻട്രൽ ടാപ്പ് ആണെങ്കിൽ
നമുക്കറിയാം എന്താണ് 0.693 ആണ് സെൻറ്റർ ടാപ്പ് ആണെങ്കിൽ. ബ്രിഡ്ജ് ആണെങ്കിൽ 0.821 ആണ്. ഇവിടെ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, ഫുൾ വേവ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 2 ആൻസറും ഓപ്ഷനിലുണ്ട്. സെൻറ്റർ ടാപ്പ് ആണെങ്കിൽ 0.693, ബ്രിഡ്ജ് ആണെങ്കിൽ 0.821. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ. വിത്ത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വി ക്യാൻ മെഷർ ദ റെസിസ്റ്റൻസ് ഓഫ് ഡാഷ് റേഞ്ച്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ നമ്മൾ മെഷർ ചെയ്യുന്ന റെസിസ്റ്റൻസ് വാല്യൂസ് 1 ohm to 100 kilo ohm ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക. അപ്പോൾ ഇവിടെ 1 ohm to 100 kilo ohm എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂ മെഗാ ഓം എന്ന് പറയാം. അപ്പോൾ 1 ohm to ഫ്യൂ മെഗാ ഓംസ് ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. 27 ദ ടൈപ്സ് ഓഫ് ഫാൾസ് ഇൻ എ ടെലിഫോൺ ലൈൻസ് ആർ. ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ലൈൻ ടു ലൈൻ ഓർ ലൈൻ ടു ഗ്രൗണ്ട്. 28ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഇൻകറക്റ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദ മെയിൻ പാർട്ട് ഓഫ് CRO ഈസ് CRT. കറക്റ്റ് ആണ്. CROയുടെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ CRT ആണ്, കാഥോഡ് റേ ട്യൂബാണ്. രണ്ടാമത്തെ എ CRO ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡയറക്റ്റ് മെഷർമെൻറ്റ് ഓഫ് പവർ. ഇത് തെറ്റാണ്. മൂന്നാമത്തത് ടൈം ബേസ് ജനറേറ്റർ ഈസ് എ പാർട്ട് ഓഫ് CRT. ടൈം ബേസ് ജനറേറ്റർ ഈസ് എ പാർട്ട് ഓഫ് CROയുടെ ഒരു പാർട്ടാണ്. CRTയുടെ കാഥോഡ് റേ ട്യൂബിൻ്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഗണ്ണും ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് പറയാൻ പറ്റില്ല. ടൈം ബേസ് ജനറേറ്റർ ഈസ് എ പാർട്ട് ഓഫ് CRO, പക്ഷേ ടൈം ബേസ് ജനറേറ്റർ ഈസ് എ പാർട്ട് ഓഫ് CRT എന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. CRO ഈസ് യൂസ്ഡ് ടു മെഷർ ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഫേസ് ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് 2ഉം 3ഉം സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 2 and 3. ഇപ്പോൾ 28 ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 29ാമത്തെ ക്വസ്റ്റ്യൻ. എ സർക്കിൾ ഈസ് സീൻ on the screen of CRO when 2 time varying signals of the same frequency and same magnitude are applied to XY plates of CRO. The relative phase difference is. എപ്പോഴാണ് സർക്കിൾ വരിക? 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആകുമ്പോഴാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് അലൗസ് യു ടു ചേഞ്ച് ദ പ്രൊസസ്സർ മോഡ് ഫ്രം പ്രോഗ്രാം ഓപ്പറേറ്റർ ഡിവൈസ് ആൻഡ് പെർഫോം ഓൺലൈൻ പ്രോഗ്രാം എഡിറ്റിംഗ് യൂസിങ് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോൾ. PLC എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. PLC സിലബസിൽ പറഞ്ഞിട്ടില്ല. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. REM മോഡാണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് ഈസ് നോട്ട് എ സ്വിച്ച്ഡ് മോഡ് DC പവർ സപ്ലൈ. ഇതിൽ ഓപ്ഷൻ എ റെസിസ്റ്റൻറ്റ് കൺവേർട്ടർ. ഇറ്റ് ഈസ് നോട്ട് എ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. പുഷ് പുൾ കൺവേർട്ടർ, ഫുൾ ബ്രിഡ്ജ് കൺവേർട്ടർ, ഫ്ലൈബാക്ക് ഫോർവേഡ് കൺവേർട്ടർ, ഇതൊക്കെ എന്താണ്? സ്വിച്ച്ഡ് മോഡ് DC പവർ സപ്ലൈ ആണ്. അപ്പോൾ അല്ലാത്തത് ഏതാണ്? എ ആണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ. SMBS ആർ വൈഡ്ലി യൂസ്ഡ് ദാൻ ലീനിയർ പവർ സപ്ലൈ ഡ്യൂ ടു. എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് SMBSന് സൈസ് കുറവാണ്, എഫിഷ്യൻസി കൂടുതലാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 33ാമത്തെ ക്വസ്റ്റ്യൻ. An AC LVDT has AC input and DC output. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 34. No contact is made between armature and core in അൺഗൈഡഡ് ആർമേച്ചർ LVDTയിലാണ്. നോ കോണ്ടാക്ട് ഈസ് മെയ്ഡ് ബിറ്റ്വീൻ ആർമേച്ചർ ആൻഡ് കോർ. അപ്പോൾ 34 ഡി ആണ് കറക്റ്റ് ആൻസർ. 35 ആസ് പെർ സ്റ്റീഫൻസ് ലോ ഓഫ് റേഡിയേഷൻ ഹീറ്റ് റെഡ്യൂസ്ഡ് ബൈ എ ബോഡി സർഫസ് ഈസ്. 35ാമത്തെ ആൻസർ ബി ആണ്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോർത്ത് പവർ ഓഫ് ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 36ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ എ ഗിവൺ എമിറ്റർ കറണ്ട് ദ കളക്ടർ കറണ്ട് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. ട്രാൻസിസ്റ്ററിലെ കറണ്ട് ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു IB പ്ലസ് IC ആണ്. അപ്പോൾ ഫോർ എ ഗിവൺ എമിറ്റർ കറണ്ട് എങ്ങനെയാണ് കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്യുക? എമിറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് കളക്ടറിൽ വരും. ഏതിലൂടെയാണ് വരിക? ബേസിലൂടെയാണ് വരിക. അപ്പോൾ കൂടുതൽ ആൾക്കാരെ ബേസിൽ നിർത്താതെ മാക്സിമം ആൾക്കാരെ കളക്ടറിലോട്ട് വിട്ടാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ ബേസിലെ റീകോമ്പിനേഷൻ കുറച്ചാൽ മതി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബൈ റെഡ്യൂസിങ് ദ റീകോമ്പിനേഷൻ ഇൻ ബേസ് റീജിയൻ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇപ്പോഴത്തെ വിഡ്ത്ത് ഓഫ് കണ്ടക്ഷൻ ചാനൽ ഇൻ മോസ്ഫെറ്റ് ഈസ്. മോസ്ഫെറ്റിൽ സോഴ്സിൻ്റെ ഭാഗത്ത് ചാനലിൻ്റെ വിഡ്ത്ത് കൂടുതലായിരിക്കും, ഡ്രെയിനിൻ്റെ ഭാഗത്ത് ചാനലിൻ്റെ വിഡ്ത്ത് കുറവായിരിക്കും. ഇറ്റ് ഈസ് ലാർജ് അറ്റ് സോഴ്സ് സൈഡ് ആൻഡ് ഡിക്രീസിങ് അറ്റ് ഡ്രെയിൻ എൻഡ്. എ ആണ് കറക്റ്റ് ആൻസർ. 38 പിഞ്ച് ഓഫ് വോൾട്ടേജ് ഓഫ് ജെഫെറ്റ് ഈസ്. എന്താണ് പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ്, VDS, ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ്. സോഴ്സ് ടു ഡ്രെയിൻ അല്ല, ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ്.
പിഞ്ച് ഓഫ് വോൾട്ടേജിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ എന്ത് കോൺസ്റ്റൻ്റ് ആവും? IDS ഡ്രെയിൻ ടു സോഴ്സ് കറണ്ട് കോൺസ്റ്റൻ്റ് ആവും, അത് സാച്ചുറേഷനിലാവും. അവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ദ ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് അറ്റ് വിച്ച് ഡ്രെയിൻ കറണ്ട് സ്റ്റാർട്ട് ടു സാച്ചുറേറ്റ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 39ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ലാച്ചപ്പ് ഒക്കേഴ്സ് ഇൻ IGBT. IGBTയിൽ ലാച്ചപ്പ് ഒക്കർ ചെയ്യുന്നത് എപ്പോഴാണ്? വെൻ IC ഈസ് നോ ലോങ്ങർ കൺട്രോളബിൾ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡറി ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് ഇൻ BJT ഡ്യൂ ടു. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയലിലൊക്കെ സെക്കൻഡറി ബ്രേക്ക് ഡൗൺ നടക്കും. അപ്പോൾ സെക്കൻഡറി ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് ഇൻ BJT ഈസ് ഡ്യൂ ടു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 41ാമത്തെ ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് VEE in UJT which causes UJT to turn off. R is equal to 1 kilo ohm and IV is equal to 10 milliampere. അപ്പോൾ UJT ഓൺ ആവാനുള്ള കണ്ടീഷൻ VRB1 ലെസ് ദാൻ ഈറ്റ VBB പ്ലസ് 0.7 ആണ്. ഇനി ഇവിടെ നമുക്ക് VRB1 കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു RE ഇൻറ്റു IV ആണ്. ഇവിടെ RE തന്നിട്ടുണ്ട് 1 കിലോ ഓം ആണ്, IV തന്നിട്ടുണ്ട് 10 മില്ലി ആംപിയർ ആണ്. അപ്പോൾ 1K ഇൻറ്റു 10 മില്ലി, ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 കിട്ടും. അപ്പോൾ ഇവിടെ 10 വോൾട്ട് ലെസ് ദാൻ അല്ലേ, VRB1 കിട്ടി 10 വോൾട്ട് ലെസ് ദാൻ ഈറ്റ VBB പ്ലസ് 0.7. അപ്പോൾ ഇവിടെ നമുക്ക് ഈറ്റ VBB ഗ്രേറ്റർ ദാൻ 10 മൈനസ് 0.7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 9.3 ആണ്. 9.3 നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് VEE ആണ്. VEE ഈസ് ഈക്വൽ ടു എന്താണ്? VD പ്ലസ് ഈറ്റ VBB ആണ്. അപ്പോൾ VD എന്ന് പറഞ്ഞാൽ 0.7 ആണ്, ഈറ്റ VBB എന്ന് പറഞ്ഞാൽ 9.3 ആണ്. അപ്പോൾ 0.7 പ്ലസ് 9.3 10 വോൾട്ട് കിട്ടും. ബി ആണ് കറക്റ്റ് ആൻസർ. 42ാമത്തെ ക്വസ്റ്റ്യൻ, ടേൺ ഓഫ് SCR is usually measured from the instant when the anode current becomes 0. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 43, ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഓഫ് IGBT ഈസ് അറൗണ്ട്. ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഓഫ് IGBT 20 kHz to 50 kHz ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി നമുക്ക് ചൂസ് ചെയ്യാം. എന്താണ്? ലെസ് ദാൻ 50 kHz. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 44, ഫോർ എ ഗിവൺ ഇൻപുട്ട് സിഗ്നൽ ടു ദ റിലേ സർക്യൂട്ട് വാട്ട് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഇവിടെ വരുന്ന മിനിമം വാല്യൂ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡയോഡ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് റിവേഴ്സ് ബയാസ് ആയിരിക്കും അല്ലേ, റിവേഴ്സ് ബയാസ്, കാരണം ഇവിടെ N റീജിയൻ ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് 5 വോൾട്ട് ആയിരിക്കും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഡയോഡ് ഫോർവേഡ് ബയാസ് ആവും അല്ലേ, ഡയോഡ് ഫോർവേഡ് ബയാസ് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് ഔട്ട്പുട്ടിൽ കിട്ടുക. അപ്പോൾ ഇവിടെ പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 12 വോൾട്ട് ആണ്. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ പീക്ക് എന്ന് പറഞ്ഞാൽ -12 വോൾട്ട് ആണ്. അപ്പോൾ മിനിമം വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? -12 വോൾട്ട് ആണ് കിട്ടുക. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ, -12 വോൾട്ട്. 45, വൈൽ ഡൂയിങ് ബേസ് വിഡ്ത്ത് മോഡുലേഷൻ ഇൻ BJT. ബേസ് വിഡ്ത്ത് മോഡുലേഷൻ അല്ലെങ്കിൽ ഏർലി എഫക്റ്റ് എപ്പോഴാണ് നടക്കുക? കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആകുമ്പോൾ, ഈ ഒരു റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ്. CB ഈസ് റിവേഴ്സ് ബയാസ്ഡ് ആൻഡ് ഈസ് വേരിയബിൾ. അതായത് കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആവണം, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിവേഴ്സ് ബയാസ് കൂടുമ്പോൾ അവിടുത്തെ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കൂടും, അങ്ങനെ എഫക്റ്റീവ് ബേസ് വിഡ്ത്ത് കുറയും അല്ലേ, അതാണ് ബേസ് വിഡ്ത്ത് മോഡുലേഷൻ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 45 സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 46ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓസിലേറ്റർ ക്യാൻ ബി യൂസ്ഡ് വേർ ഹൈ സ്റ്റെബിലിറ്റി. ഹൈ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട, ആൻസർ എന്താണ്? ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 47ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. R is equal to 20 kilo ohm and C is equal to 0.0010 microfarad. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിലെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ F is equal to 1/2πRC ആണ്. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് കിട്ടുക, 7.96 കിലോ ഓം. 48ാമത്തെ ക്വസ്റ്റ്യൻ, ഔട്ട്പുട്ട് ഓഫ് ആൻ ഓസിലേറ്റർ ഓസിലേറ്റ്സ് ബിറ്റ്വീൻ ഓൺ ഓഫ്. ഇതെന്താണ്? അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്. സി ആണ് ആൻസർ. 49, ഷ്മിറ്റ് ട്രിഗർ അച്ചീവ്സ് ഹിസ്റ്റീരിയസിസ് ബൈ യൂട്ടിലൈസിങ് റീജനറേറ്റീവ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. 49 സി ആണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ ഷുഡ് ബി സാറ്റിസ്ഫൈഡ് ഇൻ ഓർഡർ ടു യൂസ് ആംപ്ലിഫയർ ഈസ് ആൻ ഓസിലേറ്റർ ഈസ് A β ഈസ് ഈക്വൽ ടു 1. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.
51ാമത്തെ ക്വസ്റ്റ്യൻ റോം ഈസ് എ ഡാഷ് ആൻഡ് ഡാഷ്. റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോൺ വോളട്ടൈൽ മെമ്മറിയാണ്. റോം എന്ത് മെമ്മറിയാണ്? ടെമ്പററി സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെമ്മറിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 52 ഇൻ TTL ഫാമിലി ഹൈ ഔട്ട്പുട്ട് കറസ്പോണ്ട്സ് ടു. 52ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്, 2.4 വോൾട്ട് ടു 5 വോൾട്ട്. 53ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് TTL ഫാമിലി ഓഫേഴ്സ് ലോവസ്റ്റ് പവർ ആൻഡ് ഫാസ്റ്റസ്റ്റ് ഓപ്പറേഷൻ. 53ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്, ലോ പവർ ഷോർട്ട് കീ TTL. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 54 ഇൻ എ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വെൻ J is equal to 1 and K is equal to 1 then it will be considered as. J is equal to 1 K is equal to 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ടോഗിൾ കണ്ടീഷനാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 54 ബി ആണ്. 55 വിച്ച് ഓഫ് ദ ഫോളോയിങ് മെമ്മറീസ് യൂസ് 1 ട്രാൻസിസ്റ്റർ ആൻഡ് 1 കപ്പാസിറ്റർ. കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? DRAM ആണ് അല്ലേ? DRAM. നമുക്ക് SRAM എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്, DRAMൽ വരുന്നത് കപ്പാസിറ്റർ ആണ്. അപ്പോൾ 55 എ ആണ്. 56 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് വിത്ത് IC 741. IC 741 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പ് ആംപ് ആണ്, ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ ഇൻഫൈനൈറ്റ് വോൾട്ടേജ് ഗെയിൻ, ഇത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മൾ നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 0 ഇൻപുട്ട് ഇംപെഡൻസ്. ഇൻപുട്ട് ഇംപെഡൻസ് 0 അല്ല, ഇൻപുട്ട് ഇംപെഡൻസ് ഇൻഫിനിറ്റി ആണ്. ഇനി ഓപ്ഷൻ സി എടുത്താൽ 0 ഔട്ട്പുട്ട് ഇംപെഡൻസ്, ഇത് ശരിയാണ്. അടുത്ത ഓപ്ഷൻ്റെ ഇൻഫൈനൈറ്റ് ബാൻഡ് എടുത്തത് ശരിയാണ്. അപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 0 ഇൻപുട്ട് ഇംപെഡൻസ് അല്ല, ഇൻഫൈനൈറ്റ് ഇൻപുട്ട് ഇംപെഡൻസ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 57 ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഈസ് ലാബൽഡ് LM741, ദ മാനുഫാക്ചർ ഡെസിഗ്നേഷൻ ഓഫ് ദ ഗിവൺ ICs. LM എന്ന് പറയുമ്പോൾ അത് ടെക്സസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. 58 ഇഫ് കപ്പാസിറ്റി ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഫീഡ്ബാക്ക് പാത്ത് ഓഫ് ആൻ ഓപ്പാമ്പ് സർക്യൂട്ട് ദെൻ ദ സർക്യൂട്ട് ആക്ട് ആസ്. ഒപ്പാമ്പ് സർക്യൂട്ടിൽ നമ്മൾ ഫീഡ്ബാക്ക് പാത്തിൽ കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞാൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇൻറ്റഗ്രേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 59 ഇഫ് ADM is equal to 3500 and ACM is equal to 0.35 the CMRR is. CMRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ DBയിലൊന്നല്ല തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. എന്താണ്? ADM ബൈ ACM 3500 ഡിവൈഡ് ബൈ 0.35 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10⁴ എന്ന് കിട്ടും അല്ലേ? അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 60ാമത്തെ ക്വസ്റ്റ്യൻ ദ കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ ഓഫ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഈസ് ഈക്വൽ ടു RC ഡിവൈഡഡ് ബൈ 2RE ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 61ാമത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ റിക്വയർഡ് ടു കൺസ്ട്രക്ട് മോഡ് 32 കൗണ്ടർ. മോഡ് 32 കൗണ്ടർ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. 61ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. 62 ദ മിനിമം നമ്പർ ഓഫ് 2 ഇൻപുട്ട് NAND ഗേറ്റ്സ് റിക്വയർഡ് ടു ഇംപ്ലിമെൻറ്റിംഗ് 2 ഇൻപുട്ട് XOR ഗേറ്റ് ഈസ്. എത്ര വേണം? 4 എണ്ണമാണ് അല്ലേ? 4 ആണ് ആൻസർ. 62 ബി ആണ്. 63 സ്റ്റേറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ 8051 ആർക്കിടെക്ചർ. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം 8051 DPTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ബിറ്റാണ്, പ്രോഗ്രാം കൗണ്ടർ 16 ബിറ്റാണ്, CPU 8 ബിറ്റാണ്, പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് 8 ബിറ്റാണ്, സ്റ്റാക്ക് പോയിൻറ്റർ 8 ബിറ്റാണ്. അപ്പോൾ 63ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 64 ആഫ്റ്റർ റീസെറ്റ് സ്റ്റാക്ക് പോയിൻറ്റ് രജിസ്റ്റർ ഈസ് ഇനീഷ്യലൈസ്ഡ് ടു അഡ്രസ്. 64ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഏതാണ് അഡ്രസ്സ്? 7H ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. 64 സി ആണ്. 65ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് RAM റാൻഡം ആക്സസ് മെമ്മറി. ഓപ്ഷൻ എ അലൗസ് യൂസേഴ്സ് ടു സ്റ്റോർ മൾട്ടിപ്പിൾ GB ഓഫ് ഡാറ്റ. റാമിൽ നമുക്ക് GB ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും, അത് ഫീച്ചറാണ്, അത് ശരിയാണ്. ഓപ്ഷൻ ബി ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ CPU-നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സി ഡാറ്റ റിമെയിൻസ് ഈവൻ ആഫ്റ്റർ പവർ സപ്ലൈ ഇസ് നോട്ട് പ്രസൻറ്റ്. ഡാറ്റ റിമെയിൻസ്, ഡാറ്റ അതിൽ നിലനിൽക്കും പവർ സപ്ലൈ ഓഫ് ആക്കിയാലും. ഇത് തെറ്റാണ്. കാരണം റാമിൻ്റെ പ്രത്യേകത എന്താണ്? അത് വോളട്ടൈലാണ്. പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഡാറ്റ ഇറേസ് ആയിട്ട് പോകും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ഫീച്ചർ അല്ലാത്തത്. 65 സി ആണ്. 66 ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ വിത്ത് ഗെയിൻ ഓഫ് -10 ആൻഡ് ഇൻപുട്ട് റെസിസ്റ്റൻസ് RI ഈസ് ഈക്വൽ ടു 10 kilo ohm. ദ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് RF ഈസ്. അപ്പോൾ ഇവിടെ -10 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് ഇൻവേർട്ടിംഗ് ആണ് അല്ലേ? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ നമുക്കറിയാം Vout ബൈ Vin ഈസ് ഈക്വൽ ടു എന്താണ്? RF ബൈ Rin ആണ്. അപ്പോൾ ഇത് -10 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് RI തന്നിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ നമുക്ക് RF കണ്ടുപിടിക്കാം അല്ലേ? RF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരിക? 10 × Rin. RI or Rin എന്ന് പറഞ്ഞാൽ 10K ആണ്. അപ്പോൾ 10 × 10K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100K ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 67ാമത്തെ ക്വസ്റ്റ്യൻ
In which state the PLL tracks any change in input frequency is at phase locked state or phase locked range. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ലോക്ക്ഡ് റേഞ്ച്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 68ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഫോർ 555 IC ടൈമർ. 555 IC ടൈമറിൽ എത്ര മോഡാണുള്ളത്? 3 മോഡ്സ് ആണുള്ളത്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്. ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ 3 മോഡ്സ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 68 ബി ആണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ടു ആംപ്ലിഫൈ ദ ഔട്ട്പുട്ട് സിഗ്നൽ ഓഫ് എ ട്രാൻസ്ഡ്യൂസർ. ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നൊക്കെ വരുന്ന ചെറിയ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ ആണ്. 70ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ R2R ലാഡർ DAC ദ ടിപ്പിക്കൽ വാല്യൂ ഓഫ് R റേഞ്ചസ് ഫ്രം. ആറിൻ്റെ വാല്യൂ വരെ 2.5 kilo ohm to 10 kilo ohm ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 71ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഹെക്സാഡെസിമൽ ഈക്വലൻ്റ് ഓഫ് ബൈനറി നമ്പർ. നമുക്ക് ബൈനറി നമ്പർ തന്നിട്ടുണ്ട്, ഇതിൻ്റെ ഹെക്സാഡെസിമൽ കാണാനാണ്. അപ്പോൾ ഇതിനെ നമ്മൾ 4 ഗ്രൂപ്പ് ചെയ്താൽ മതി അല്ലേ? വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 2, അടുത്തത് 9AF, 29AF. അപ്പോൾ ബി ആണ് 71 ബി ആണ് കറക്റ്റ് ആൻസർ. 72, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോഡ് ഈസ് യൂസ്ഡ് ഫോർ ലാബലിംഗ് ദ സെൽസ് ഓഫ് കാർനോട്ട് മാപ്പ് ഓർ K-മാപ്പ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഗ്രേ കോഡാണ്. ഗ്രേ കോഡ് 72C ആണ്. 73, ദ ഫിഗർ ഓഫ് മെറിറ്റ് ഓഫ് ലോജിക് ഫാമിലി ഈസ് ഓഫൺ മെഷേർഡ് ഇൻ ദ യൂണിറ്റ് ഓഫ് പൈക്കോ ജൂൾസ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 74, ദ ഡെസിമൽ ഇക്വലൻ്റ് ഓഫ് ദി ഒക്ടൽ നമ്പർ. ഇവിടെ നമുക്കൊരു ഒക്ടൽ നമ്പർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കിട്ടുക. 74A ആണ്. 75ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ഹാഫ് ഓർഡർ ദ ക്യാരി ഔട്ട്പുട്ട് ഈസ് ഹൈ ഇഫ് ദ ഇൻപുട്ട്സ് ആർ. ഹാഫ് ഓർഡറിൽ എത്ര ഇൻപുട്ടാണ് ഉള്ളത്? 2 ഇൻപുട്ടാണ്. ഇവിടെ ഓപ്ഷനിലൊക്കെ 3 ഇൻപുട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻസൊക്കെ റോങ് ആയതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ PSC റിമൂവ് എന്ന് വിചാരിക്കുന്നു. 76ാമത്തെ ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് 16-bit ടൈമേഴ്സ് ഇൻ 8051R. എത്രണ്ണാണ്? 2 എണ്ണമാണ് അല്ലേ? 2 ടൈമേഴ്സാണുള്ളത്. ബി ആണ് ആൻസർ. 77, ആൻ ഇവൻറ്റ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ മൈക്രോ കൺട്രോളർ ദാറ്റ് എ ഡിവൈസ് നീഡ്സ് ഇറ്റ്സ് സർവീസ് ഈസ്. എന്താണ്? ഇൻറ്ററപ്റ്റ് അല്ലേ? 77A ആണ്. 78, ദ നമ്പർ ഓഫ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഇൻ 8051 മൈക്രോ കൺട്രോളർ ആർ. 8051ൽ എത്ര SFR ഉണ്ട്? സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഉണ്ട് 21 എണ്ണം അല്ലേ? അപ്പോൾ 78A ആണ് കറക്റ്റ് ആൻസർ. 79, ഇൻ എ മൈക്രോ കൺട്രോളർ ഓൾ ദ ഇൻറ്ററപ്റ്റ്സ് ആർ എനേബിൾ ഓർ ഡിസേബിൾ യൂസിങ് ദ ബിറ്റ് EA. 79C ആണ്. 80ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ 8051 കംസ് ഓൺ then the address 00 is loaded to which register. ഏത് രജിസ്റ്ററിലോട്ടാണ്? പ്രോഗ്രാം കൗണ്ടർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 80D. 81, PAM signal is detected using low pass filter. ഓപ്ഷൻ എ ആണ് ആൻസർ. 82, the antenna parameter beam width indicates directivity. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 83, what is the impedance of folded dipole? 300 ohm ആണ് ഫോൾഡഡ് ഡൈപോളിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ്. 84, the charge carriers random behavior is the reason for the generation of short noise. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 86, in amplitude modulation circuit emitter modulator amplifier operates in class A മോഡാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 86, the modulation process in which carrier wave is continuous in nature. carrier wave is continuous in nature എന്ന് പറഞ്ഞാൽ അനലോഗ് മോഡുലേഷൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 87, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ റേഡിയോ ബ്രോഡ്കാസ്റ്റ് മാക്സിമം മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. മെസ്സേജിൻ്റെ മാക്സിമം ഫ്രീക്വൻസി AM-ൽ എത്രയാണ്? 5 kHz ആണ്. 88, the circuit which is used in FM receiver to remove the noise present in the peak of received signal. അപ്പോൾ പീക്കിലുള്ള നോയ്സ്, ആംപ്ലിറ്റ്യൂഡിലുള്ള നോയ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക ആംപ്ലിറ്റ്യൂഡ് ലിമിറ്ററാണ്. ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ ഈസ് ബേസിക്കലി എ ക്ലിപ്പർ. 89, the probability density function of thermal noise is Gaussian distribution ആണ്. ഓപ്ഷൻ ബി ആണ്. 90, UHF range frequencies normally propagates by means of space wave. 90A ആണ് കറക്റ്റ് ആൻസർ. 91, in the Vidicon camera tube the material which is coated on the very thin metallic film called signal plate is
ഫോട്ടോ കണ്ടക്റ്റീവ് നാച്ചർ. വിഡിക്കോൺ ക്യാമറയിൽ നമ്മൾ ഫോട്ടോ കണ്ടക്റ്റീവ് ആണ് പറയാം. അപ്പോൾ 91 ബി ആണ് ആൻസർ. 92 ആണ് എക്സാമ്പിൾ ഓഫ് ഓഡിയോ ഫയൽ ഫോർമാറ്റ്. ടിഫ് ഇമേജാണ്, ജെപെഗ് ഇമേജാണ്, ജിഫ് ഇമേജാണ്, എംപെഗ് 3 അതായത് MP3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓഡിയോ ഫയൽ ഫോർമാറ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 93 ദ വൂഫർ സിസ്റ്റം ദാറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ഓഡിയോ സ്പെക്ട്രം ഈസ് നോൺ ആസ്. അപ്പോൾ ലോവർ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൂഫറാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് സബ് വൂഫർ. 94 ഇൻ എ DVD റെക്കോർഡിംഗ് ആൻഡ് പ്ലേ ബാക്ക് ഈസ് ഡൺ ബൈ. DVD റെക്കോർഡിങ്ങും പ്ലേ ബാക്കും ലേസർ ബീം യൂസ് ചെയ്തിട്ടാണ്. ലേസർ ബീം ഫോർ ബോത്ത് റെക്കോർഡിംഗ് ആൻഡ് പ്ലേ ബാക്ക്. 94 എ ആണ് കറക്റ്റ് ആൻസർ. 95 ഇൻ TV ട്രാൻസ്മിഷൻ സെപ്പറേഷൻ ഓഫ് സിങ്ക് പൾസസ് ഫ്രം കോമ്പോസിറ്റ് വീഡിയോ വേവ് ഫോം ഈസ് ഡൺ ബൈ. ക്ലിപ്പർ സർക്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിങ്ക് സെപ്പറേറ്റ് ചെയ്യുന്നത്. 95 ബി ആണ്. 96 ഫോർ ട്രാക്കിംഗ് സാറ്റലൈറ്റ്സ് അറ്റ് വെരി ഹൈ ഫ്രീക്വൻസി ഹെലിക്കൽ ആൻറ്റിനാസ് ആർ യൂസ്ഡ് ഡ്യൂ ടു ഫാരഡേസ് എഫക്റ്റ്. 96 ഡി ആണ്. 97 KPSC is a modulation scheme where each symbols consist of എന്താണ് നമുക്കറിയാം, എന്താണ് 2 bits per symbol ആണ്. 2 bits per symbol. 97 ബി ആണ്. 98 the method used for demodulating FM wave is. envelope detector അല്ല, മൾട്ടി വൈബ്രേറ്റർ തെറ്റാണ്. ആംപ്ലിറ്റ്യൂഡ് ഡിസ്ക്രിമിനേഷൻ അല്ല, ഫേസ് ഡിസ്ക്രിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് FM സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഫേസ് ഡിസ്ക്രിമിനേഷൻ. 99 in linear broadside antenna array with half wavelength spacing the directivity D is equal to 2ND divided by lambda ആണ്. ഇപ്പോൾ 2 into n into d. സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹാഫ് വേവ് ലെങ്ത് ആണ്. λ/2 ആണ് ഡിവൈഡഡ് ബൈ ലാംഡ. അപ്പോൾ ലാംഡയും ക്യാൻസൽ ചെയ്ത് 2 ഇൻറ്റും ക്യാൻസൽ ചെയ്താൽ ഡയറക്റ്റിവിറ്റി D is equal n എന്നാണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ D ആണ് കറക്റ്റ് ആൻസർ. നമ്പർ ഓഫ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ അറേ. 100ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ യൂസ്ഡ് ഇൻ ഹൈ ഫ്രീക്വൻസി ആൻറ്റിനാസ്. ഹൈ ഫ്രീക്വൻസി ആൻറ്റിനാസിൽ യൂസ് ചെയ്യുന്ന മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ അയണോസ്ഫെറിക് വേവ് പ്രൊപ്പഗേഷൻ ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ മെജോറിറ്റി ക്വസ്റ്റ്യൻസും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതും നമ്മൾ നടത്തിയ യൂണിറ്റ് ടെസ്റ്റ്, മോഡൽ എക്സാം, സീരീസ് ടെസ്റ്റ്, അതേപോലെ നമ്മൾ റാങ്ക് ഫയൽ ഇതിൽ നിന്നൊക്കെ തന്നെയാണ്. പിന്നെ ചില ക്വസ്റ്റ്യൻസ് നല്ല ഡെപ്തിൽ ചോദിച്ചിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് സിലബസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളോട് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വേർഷൻ കോഡ് ബി ആണ്. അപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വേർഷൻ കോഡ് നോക്കുക. ആൻസർ നിങ്ങൾ എഴുതിയ ആൻസറും ഞാനിവിടെ പറഞ്ഞ ആൻസറും ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. പിന്നെ അതേപോലെ നമ്മളിവിടെ മെയിനായിട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പറഞ്ഞു പോവാണ് ചെയ്തത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ പിന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളെ മാർക്ക് നോക്കുക. പിന്നെ അതേപോലെ ഞാനിവിടെ പറഞ്ഞ ആൻസറിൽ എന്തെങ്കിലും കറക്ഷൻസോ നിങ്ങൾക്കത് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ക്വസ്റ്റ്യൻ നമ്പർ, നമുക്കതൊന്നും കൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.